അല്ല ഞാൻ പ്രപ്പോസ് ചെയ്യണം അമ്പി ഐ ലവ് യു. അയ്യേ ചേച്ചിയുടെ ആദ്യത്തെ പ്രേമം ചേട്ടനാ? ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്ന് വിചാരിച്ചു. ചേട്ടൻ ഒറ്റയ്ക്ക് ഇട്ട ചേട്ടൻ പോവോ? ചേട്ടൻ പോവും. എനിക്ക് നല്ല നല്ല നായികമാരുടെ കൂടെ അഭിനയിക്കാൻ വളരെ താല്പര്യം. കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് അങ്ങനെ പോവാം. ഇന്ന സീനുകൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പം വിളിച്ച് വലിയ സീനുകൾ വരെ. അച്ഛനാണോ അമ്മയാണോ കൂടുതൽ പാവം? ദേഷ്യപ്പെടുന്ന ആരാ വീട്ടില്? ഏറ്റവും പാവം ആരാ? അത് അച്ഛനാണോ? തെളിഞ്ഞു. ഇതൊന്നല്ല, ഇത് ശരിക്കും ഇങ്ങനല്ല കേട്ടോ. ഇത് പറഞ്ഞു പഠിപ്പിച്ച ഇത് മാറ്റണം. ഇത് വീട്ടിലേക്ക് പോകണം. ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും. പിണങ്ങുന്നത് അമ്പിയാണ്. പിണക്കം സോൾവ് ചെയ്യുന്നവരായിരിക്കും ആദ്യം. 150 തവണ നമ്മൾ അടിയേണ്ട 151 തവണ ഒന്ന് അഡ്വാൻസ് ആയിട്ടും ഞാൻ തന്നെയാണ് പറഞ്ഞത്. ചില സമയത്തൊക്കെ ഞാൻ ഒരിക്കലും ഇല്ല, തോറ്റു കൊടുക്കത്തില്ല. ഞാൻ നിഷേധിക്കുന്നു, ഒരിക്കലും ഇല്ല. അല്ല, എന്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ആ പോവാറുണ്ട്. തെറ്റും തോന്നിയാലും ഇല്ല. വരാറുണ്ട്. ഇവള് കുരുത്തക്കേട് നല്ല വഴക്ക് പറയും. ഒരു സെക്കൻഡ് അമ്മ ചിരിച്ചു കഴിഞ്ഞാൽ അവൾ ആ ഭാഗത്ത് പോയിട്ട് പറയും അച്ഛൻ്റെ. പക്ഷെ അവൾക്ക് കൂടുതൽ എന്നെ ഇഷ്ടം അല്ലേ? എല്ലാന്ന് പറയില്ല മോളെ, നാണം കെട്ട് വെച്ചത് പറയല്ലേ. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ കിങ്ങിണി. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഉള്ളത് ഒരു അടിപൊളി ഫാമിലിയാണ്. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ നല്ല നല്ല കണ്ടൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഫാമിലി. സോ ഒരുപാട് സ്നേഹത്തോടെ ലെറ്റ് മീ വെൽക്കം ടീം മലബാറി കഫേ. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ചേട്ടാ, ചേച്ചി, മോളൂട്ടി, വെൽക്കം. താങ്ക് യു. സന്തോഷം. സുഖം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഉഷാറായിട്ട് പോകുന്നു. അപ്പോൾ നോർമലി നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഫാമിലി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. പക്ഷെ നിങ്ങളുടെ എങ്ങനെ കിട്ടാറില്ല. നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ പേര് പോലും നിങ്ങളുടെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് ഭയങ്കര ആഗ്രഹമാണ് നിങ്ങളെ പറ്റി കൂടുതൽ അറിയാനും ഒക്കെ. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ തുടക്കം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നമ്മൾ ഇനി മുന്നോട്ട് നമുക്ക് ഈ വീഡിയോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നിയ ഒരു പോയിന്റ് ഏതാ? ഏത് വീഡിയോയ്ക്ക് ശേഷമാണ് എടാ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ തോന്നിയ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടോ ഏതെങ്കിലും? ഇല്ല. ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ തന്നെ അത്യാവശ്യം ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു ഇത് കുഴപ്പമില്ല, പരിപാടി ഓക്കെയാണ്. പിന്നെ പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് നമ്മളിതായിരിക്കും ഒരു മനുഷ്യനും പോലും അറിയില്ല. നമ്മുടെ വീട്ടുകാർക്ക് പോലും 10 ദിവസം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല നിങ്ങളെ. അതുകൊണ്ട് അപ്പം പുറത്തോടൊക്കെ പോകുമ്പം ആരെങ്കിലൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു സന്തോഷം. ദിനേശാന്ന് അല്ലെങ്കിൽ സുലു എന്ന് വിളിക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പം നമ്മൾ വിചാരിച്ചു നല്ല രസമുള്ള പരിപാടിയാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ അതൊരു അസുഖമായി, പിന്നെ നിർത്താൻ പറ്റാതായി. അപ്പം അങ്ങനെ ചെയ്തു. പക്ഷെ അങ്ങനെ അതിനങ്ങനെ ഇത്ര വീഡിയോസ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യും. അങ്ങനെയുള്ള രീതിയാണ്. ചേച്ചി, നമുക്ക് രണ്ടുപേരുടെ പ്രൊഫഷനൊക്കെ നമുക്ക് തന്നെ ഇപ്പം അറിയാം. ചേച്ചി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതോ ഇല്ല. ചേച്ചിക്ക് പണ്ടേ ഇങ്ങനെ ആക്ടിങ് ഒക്കെ ഇഷ്ടമുണ്ടായിരുന്നോ ഈ ഒരു ഇതിലോട്ട് കയറിയ സമയത്ത്? ഇല്ല, ആക്ടിങ് ഒന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തതാണ്. പിന്നെ ആൾക്കത് ഭയങ്കര താല്പര്യം ആയതുകൊണ്ട് പുള്ളി കൂടുതലും ലൈഫിലാണ് ആക്ട് ചെയ്യാറ്. അല്ല, ആൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആളുടെ കൂടെ ആൾക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. ചേച്ചി പഠിക്കുന്ന സമയത്ത് അപ്പൊ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ കൾച്ചറൽ പരിപാടികളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചു? +1 +2 ആണ് ഒരുമിച്ച് പഠിച്ചത്? +1 അല്ല, ആ സമയത്തൊന്നും ഞാൻ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഡാൻസ് പാട്ട് ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്റ്റേജിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ കളിച്ചായിരുന്നു, പിന്നെ അവര് സ്റ്റേജ് കത്തിച്ചു. അതല്ല, ചെറുതിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ചെറിയ പ്രായത്തിൽ മാത്രമേ ചെയ്തുള്ളൂ, വലുതായിട്ട് പിന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ചേച്ചി ചിന്തിച്ചിട്ട് പോലില്ല ഭാവിയിൽ ഇങ്ങനെ അഭിനയത്തില് ജാതകത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു പ്രശസ്തനെ കല്യാണം കഴിക്കുന്നു. ഇതില് സത്യമേത കള്ളം സത്യമാണ്, വെറുതെ പറയാട്ടോ. ചേട്ടൻ എങ്ങനെയായിരുന്നു നേരത്തെ ഈ അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? നമുക്ക് മിമിക്രി ഉണ്ടായിരുന്നു. അപ്പം മിമിക്രി ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ സ്റ്റേജിലൊന്നും അധികം കയറിയിട്ടില്ല. ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് തുടങ്ങിയത് ഞാൻ എൻ്റെ കോളേജൊക്കെ ബാംഗ്ലൂരായിരുന്നു. അപ്പം ബാംഗ്ലൂർ പോയപ്പോൾ ഇങ്ങനെ നമുക്ക് നാട്ടിലത്തെ കോളേജസിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ, ഇന്ന ആളവിടെ മിമിക്രി ചെയ്യുന്നു. അപ്പം നമ്മളവിടെ ഉപേന്ദ്രനെയും ഗണേഷിനെയും ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു, കന്നഡ സ്റ്റാർസിന്. അപ്പം നമുക്കവിടെ ഒരു നിലനിൽപ്പില്ലാതായി. അവിടെ മോഹൻലാലിനൊക്കെ നമ്മൾ കന്നഡക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴേക്ക് കുറച്ച് സമയമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്.
അപ്പം ഭയങ്കരമായിട്ട് മിസ്സായി. നാട്ടിലെ കോളേജായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള രീതി. ചേച്ചി പറഞ്ഞോട്ട കോളേജല്ലേ, തള്ളി പറഞ്ഞോട്ട കോളേജ്? അതിനൊക്കെ പുറകിൽ ഇവള് തന്നെ. അപ്പോഴും തിരിച്ചു വന്നിട്ട് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തു. അപ്പോഴൊന്നും അഭിനയം ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, മിമിക്രി ഒന്നുമില്ല, ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ കാണുന്ന ആളുകളെ ഞാനിങ്ങനെ ചെറിയ രീതിയിൽ മോക്ക് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ശരിക്കുള്ള ആളുകൾ, സാറന്മാരെ കാണിക്കുക. ഇപ്പം ഞങ്ങളവിടെ ബാംഗ്ലൂരിൽ പഠിച്ച സാറന്മാരെയൊക്കെ കാണിക്കുക. അപ്പം അതൊക്കെ ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വലിയ മനസ്സിലിങ്ങനെ ആയിരിക്കും പരിപാടി ഞാൻ കഴിവുണ്ട്, പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഒരു ഗെറ്റ് ടുഗദറിന് പിന്നെ കണ്ടപ്പോൾ എനിക്ക് ഇവിടെ ഒരു മനസ്സിലിങ്ങനെ ഒരു സന്തോഷം, ഇങ്ങനെ അംബികനെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി. ഗെറ്റ് ടുഗദറിനാണോ കണ്ടേ? ഗെറ്റ് ടുഗദറിന് ഈ ക്ലാസ്മേറ്റ്സ് ഒക്കെ പടമൊക്കെ കഴിഞ്ഞ് കുറെ ഹിറ്റായി ഒരുപാട് കാലത്തിന് ശേഷം ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ നേരെ 96 പോയി. ക്ലാസ്മേറ്റ്സിൻ്റെ അപ്പം ഞങ്ങളവിടെ +2 ബാച്ച് ഇങ്ങനെ ഒരു റീയൂണിയൻ വെച്ചപ്പോൾ ഇവളെൻ്റെ കൂടെ തന്നെ എന്നെ ഇങ്ങനെ പറ്റി നിൽക്കുക, അത് തന്നെ പരിപാടി. ഒക്കെ എന്നോട് ഭയങ്കര താല്പര്യമാണ് പണ്ടുതൊട്ടെ. പ്രപ്പോസ് ചെയ്ത് ഞാനാണെങ്കിലും എനിക്ക് ഹിന്റ് തന്ന അവളാണ്. എന്നെ പ്രപ്പോസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഹിന്റ് തന്നത്. പ്രപ്പോസ് ചെയ്തത് ഞാൻ ഇപ്പൊ വീഴുന്നുള്ള രീതിയിൽ. ചേട്ടൻ തകർത്ത് പറയുന്നത് ചേച്ചി തകർത്ത് അപ്പോസ് ചെയ്തു. അത് സത്യമാണ്. കുഞ്ഞൊരു ഇത്തിരി കൂടെ വലുതായിരുന്നു ഞാനിപ്പോ ചോദിച്ചതിന്റെ മക്കളെ ഏത് അമ്മയാണോ അച്ഛനാണോ സത്യം പറയുന്നത്. അതിപ്പോ നിങ്ങൾ രണ്ടാളും ഒരുപ്പിച്ചാണോ പഠിച്ചത്? അപ്പൊ എങ്ങനെയാ അറിയുന്നില്ലല്ലോ. കുഞ്ഞിച്ചിരി വലുതായിരുന്നു ഞാൻ ചേച്ചി ചോദിച്ചാൽ. ഇപ്പൊ ചോദിച്ചിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മോളുടെ ഒരു വേറെ ഒറ്റയ്ക്ക് ഇന്റർവ്യൂ നടത്താം, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഞങ്ങൾ ഇതായി പ്രേമമായി, പിന്നെ കല്യാണം കഴിച്ചു. ദുബായിൽ വന്നപ്പോൾ എന്ത് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ അപ്പോഴെനിക്ക് അസുഖം കലശലായി. അഭിനയം അല്ലെങ്കിൽ കഥ എഴുതുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ റൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടേ? റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ചൂണ്ടിയതാണെന്ന് പറയാം, അങ്ങനെ ചുരണ്ടുക എന്ന് പറയില്ല. വേറെ ആരെങ്കിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയത് അതിങ്ങനെ മലയാളത്തിലാക്കി മാറ്റി എഴുതി അത് മലയാളീകരിച്ച് ജോൺ എന്നുള്ളത് മാറ്റി രാഘവൻ എന്നൊക്കെ ആക്കി എഴുതുക എന്നുള്ള പരിപാടി അങ്ങനെ ചെയ്തു. അപ്പോൾ ഇവളൊക്കെ ആ സമയത്ത് പ്രോത്സാഹന കമ്മിറ്റി ആയിരുന്നു, സപ്പോർട്ട്. അങ്ങനെ ഈ കപ്പിൾ വ്ളോഗേഴ്സിൻ്റെ അല്ലെ കപ്പിൾ വീഡിയോസ്, വൈൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിങ്ങളങ്ങനെ ചെയ്തു നോക്കും. അങ്ങനെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അതിപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് ഇവിടം വരെ വന്ന് നിൽക്കുന്നു, ദൈവാനുഗ്രഹം. അതെ, ഇനി നല്ലപോലെ തന്നെ മുന്നോട്ടും പോകട്ടെ. നിങ്ങളുടെ ഒരു എൻറ്റയർ ഈ കോണ്ടന്റ് മേക്കിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് കണ്ടന്റ് കണ്ടുപിടിക്കുന്നത്? കാരണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെയധികം റെലവെൻ്റ് ആയിട്ടുള്ളതും ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന പോലത്തെ കണ്ടന്റ്സ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു സജഷൻ തൊട്ട് ആ ഒരു വീഡിയോ ഇറക്കുന്നവരുള്ള പ്രൊസീജിയർ എങ്ങനെയാണ് മൊത്തത്തിൽ? ഷൂട്ടിങ്, എഡിറ്റിംഗ് ഒക്കെ എല്ലാം ഷൂട്ട് ചെയ്യാൻ വേറെ ആളില്ല, ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ്. ഫ്രം ദി ബിഗിനിംഗ് തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കോണ്ടന്റ്സ് കിട്ടുന്നത് ഇപ്പോൾ അംബിക ഈ എല്ലാ വീഡിയോസും മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സുൽചേച്ചിയാണ് അംബിക. ഇതാണ് അംബിക ചേച്ചി. ഇപ്പം അംബിക എന്നാണ് ചേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിക്കുന്നത്. പക്ഷെ വീഡിയോയിൽ നേരെ വരുമ്പോൾ അത് മാറിയല്ലോ, പെട്ടെന്ന് തന്നെ സുലുവായല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾ വീഡിയോ എടുക്കുന്ന ഇടയ്ക്ക് മാറിപ്പോവാറുണ്ടോ? ഇങ്ങനെ വിളിക്കുമ്പോൾ പേര് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടോ? ഇല്ല, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത കറക്റ്റ് പേര് തന്നെ ആയിരിക്കും വിളിക്കുന്നത്, മാറിയിട്ടൊന്നുമില്ല. ഷൂട്ട് സാധാരണ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഷൂട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്, അടിയാണ്, തൊഴിയാണ്. എനിക്ക് ഇങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റ് തരും, ചേട്ടൻ സ്ക്രിപ്റ്റ് തരും. ഇപ്പം ഡ്യൂട്ടിക്ക് പോകുന്നതിന്റെ സമയം എന്നോട് ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റിന്റെ സമയത്തൊക്കെ ആയിരിക്കും ഇരുന്ന് എഴുതുക. അത്രയും ബുദ്ധിമുട്ടിട്ടായിരിക്കും എഴുതുക. ഇവര് ജൂഹി ചൗളനെ പോലെയൊക്കെ ഭയങ്കര പോസാ. നോക്കിയിട്ട് എന്റെ മുഖത്ത് നോക്കി പറയും അല്ല ജാനവ വളിപ്പ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഇത് അങ്ങനെയല്ല, അതങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ പോരാ പറയും, എന്നിട്ട് തിരിച്ചിരും. എന്നിട്ട് അത് പറയൂല, പറയത്തില്ല. അപ്പോഴ് പിന്നെ അത് എന്നാലും പറയാൻ അവള് ആ സ്പോട്ടില് പിന്നെ ചെയ്യാന്നുള്ള രീതിയാണ് അവളുടെ. വലിയ ഡയലോഗല്ലാന്നെങ്കിൽ ഞാൻ അതൊന്ന് പഠിച്ചു വെക്കും രാത്രി തന്നെ. ഓ, അങ്ങനെ. ഇപ്പോഴും നിങ്ങൾ ഇത്രയും വീഡിയോസ് എടുത്തിട്ടും കറക്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ ചേട്ടൻ പ്രോപ്പറായിട്ട് എഴുതി അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്? അങ്ങനെ ഒരുപാട് ടേക്ക് ഒക്കെ പോകാറുണ്ടോ? അതെല്ലാം ക്വിക്കായിട്ട് പോകും? ഒരുപാട് ടേക്ക് ഒന്നും പോകാറില്ല. ഈ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് സമയം എടുക്കും. എല്ലാവരും വേഗം തന്നെ അല്ലേ, ഒരു ദിവസം കൊണ്ട് തന്നെ ചിലപ്പോൾ തീരും. ചില എപ്പിസോഡ് 1-2-3 ദിവസം പോകും. അത് പിന്നെ അടിയൊക്കെ എന്തിനാ നിങ്ങൾ അടി ഉണ്ടാക്കുന്ന വീഡിയോ? എന്റെ പ്രശ്നം കൊണ്ട്. എന്താണ് പ്രശ്നം? അതാണ് നമുക്കറിയേണ്ടത്. രണ്ട് ഡയലോഗ് ശരിയല്ല. ശരിക്കും ഇവള് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്. ശരിക്കും അവളങ്ങനെ. പക്ഷെ സുലു എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് ഡോസ് കൂട്ടും. അപ്പൊ അവൾക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല.
ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത് നമ്മൾ പറയും. എന്റെ നാച്ചുറൽ സ്റ്റൈൽ ഇതല്ല. എന്നോട് പറയും പക്ക കണ്ണൂർ പോലെ സംസാരിക്കണം. നമ്മൾ അങ്ങനെ പക്ക കണ്ണൂർ പോലെ നമ്മൾ സംസാരിക്കില്ല. ഞാൻ സംസാരിക്കാറില്ല. അപ്പൊ എന്നോട് പറയും ഇങ്ങനെയൊന്നും അല്ല. നമ്മൾ കണ്ണൂർ പിന്നെ ഉള്ള ഒരു പിന്നെ വൈഫിനെ കാണിക്കുമ്പോൾ കണ്ണൂർ ഭാഷ സംസാരിക്കണല്ലോ. അപ്പൊ അത് വരുമ്പോൾ ഞാൻ അവളോട് പറയും, കർക്കശമായിട്ട് പറയും, ഇത് വേണ്ട. അപ്പൊ ചിലപ്പോ എന്താ ചേട്ടന്റെ കർക്കശമായ ഡയലോഗ് ഇത് പറ്റൂല എന്നൊക്കെയാണോ? നിനക്ക് ഈ പറഞ്ഞാലും മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അവളില്ല എന്ന് പറയും. അടുപ്പത്തിലുള്ള വർത്താനം പറയുമ്പോ ഞാനും തിരിച്ചു പറയും. തിരിച്ച് നന്നായിട്ട് പറയും. പക്ഷെ പറയുന്നത് നല്ലോണം പറയും. വിഷമം കണ്ടോ? അല്ല എന്നെ നല്ലോണം പറയും. എന്നെ പറഞ്ഞതിനനുസരിച്ച് ഞാനും തിരിച്ചു. ഞാൻ എത്ര പറയുന്നോ അതിന്റെ ഉറപ്പിക്കും. ഞാൻ ഒരു തരി പോലും താഴ്ന്നിട്ടില്ല ഉറപ്പിക്കും. ആ ഒരു ലെവലിൽ അവസാനം നിർത്തി പോകുന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ പുറകെ പോകണം. എന്നിട്ട് ഞാൻ പുറകെ പോകും. ഇല്ല ഷൂട്ട് നിർത്തും. അന്ന് ഷൂട്ട് നിർത്തും. പിന്നെ മോള് ഇങ്ങനെ നോക്കിയിരിക്കും, എടാ ഇത് എന്താ രണ്ടുപേരും തെറ്റി. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പുറകെ ഞാൻ പറയും, അമ്പി അങ്ങനല്ല, നീ അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അവസാനം മനസ്സിലാക്കി നീ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് വൈകുന്നേരമൊക്കെ ഉറപ്പിച്ച് പിന്നെ അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഷൂട്ടിന് ഒരു ദിവസം ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് എടുക്കുക. ഇല്ല, ഒരു കണ്ടന്റ് ചില സമയത്ത് വേഗം കഴിയും. ഇതൊക്കെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു വീഡിയോ മേക്കിംഗ് പ്രൊസീജിയർ ഒക്കെ പോകുന്നത്. നിങ്ങളെ ബാക്കിയുള്ള കപ്പിൾസിൽ നിന്ന് വീണ്ടും വ്യത്യസ്തമാക്കി കാണുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ഒരു സാധനം, നോ പ്രൊമോഷൻ ഓൺലി എന്റർടൈൻമെന്റ്. അതിപ്പോ പൊതുവെ എനിക്ക് തോന്നുന്നു ആരുടെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് അറിയാവുന്ന ആരും അങ്ങനെയല്ല. പ്രൊമോഷൻ വീഡിയോസ് ഉണ്ടാവും, പിന്നെ ഈ പറഞ്ഞ പോലെ ഇനോഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തുടങ്ങിയ ആളുകളെല്ലാം ഇപ്പൊ സാരി കച്ചവടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആ തീരുമാനത്തിലെത്തിയത്? നമുക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട, എന്താണ് സംഭവം? അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറയട്ടെ. പേടിച്ചിട്ടാണ്. എന്ത് പേടി? ഒരാൾ പൈസ വന്നിട്ട് നമ്മൾ അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് അയാൾക്ക് ഇപ്പോൾ ഒരു കോസ്മെറ്റിക് എന്തെങ്കിലും ഒരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവമാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ചൊറി വന്നാലോ, ചൊറി വന്ന ആൾ നമ്മൾ തിരിച്ച് വിളിക്കില്ലേ? ഫുഡിൻ്റെ കാര്യത്തിൽ ഫുഡിന് വല്ല ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലെ ഫുഡ് നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞിട്ട് മോശമായി കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞോ അല്ലെങ്കിൽ വയസ്സായ ആളോ ആരെങ്കിലും ഉണ്ടായിട്ട് അവർക്ക് അപ്പോൾ അത് ഈ ഇവർ തരുന്ന പൈസ അല്ല നമ്മുടെ നോട്ടം. നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്, പൈസ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് താല്പര്യമില്ല. പിന്നെ മിക്ക ആളുകളും അതൊക്കെ ട്രൈ ചെയ്ത് ഒരുപാട് 6 മാസം ട്രൈ ചെയ്ത് 7 മാസം ട്രൈ ചെയ്ത് പിന്നെ സ്ഥിരമായിട്ട് പോയി കഴിച്ചു എന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതിനുള്ള സമയമില്ല. ഞങ്ങൾ ജോലി അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾ ഇടുന്ന കണ്ടന്റ്സ് ഒക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ കൂടുതലും. ഇപ്പൊ യൂട്യൂബിൽ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങളുടെ വീട്ടിൽ CCTV വെച്ചുണ്ട്, അങ്ങനത്തെ കമന്റ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ്? ശരി എടാ, എല്ലാവരും അനുഭവിക്കുന്ന സാധനം ഇല്ല, എല്ലാവരും റിയൽ ലൈഫിൽ സാധനം തന്നെയാണല്ലോ ഞങ്ങൾ പോർട്രേ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നാറ്? ഇനി ചെയ്യുന്ന കണ്ടന്റ് ഇങ്ങനെ തന്നെ വേണം? അല്ല, നമ്മളിപ്പോൾ ഏകദേശം നമുക്കറിയില്ലേ ആളുകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ കോണ്ടന്റ്സ് എടുക്കുന്ന മിക്കവാറും ഞങ്ങളുടെ പരിചയമുള്ള ആളുകൾ, ചില ആളുകളൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കോണ്ടന്റ്സ് ചെയ്യുന്നത്. അതിനൊരു തലയും വാലും ഒക്കെ വെച്ച് അത് എന്താണ് പിന്നെ നമ്മൾ പറയാൻ ചിലപ്പോൾ മടിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് നമ്മൾ പറയില്ല. അപ്പം ആ പറയാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് ചുമ്മാ എടുത്തിട്ട് ഒന്ന് കാണിക്കുമ്പോൾ ചില ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരാറുണ്ടോ? ആരെങ്കിലും ദേഷ്യപ്പെട്ടോ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ടോ? അവരുടെ ആരാധകന്മാരുണ്ടാവില്ല, അവര് ശപിക്കും. ഇപ്പം നമ്മുടെ കണ്ണൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിൽ വിളിച്ചിട്ട് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരു നമ്മുടെ നാട്ടുകാരനായ ഞാൻ തൃശ്ശൂരാണെന്ന് വിചാരിച്ചിട്ട് അവര് പിന്നെ തൃശ്ശൂർക്കാരെ പറയുന്നത് ഞാൻ തൃശ്ശൂർകാരനല്ല. അപ്പോൾ ഒരു ചേട്ടൻ വിളിച്ചിട്ട്, ഒരു ചേട്ടനല്ല, ഒരു നമ്മുടെ നാട്ടിലെ ഒരാളെ വിളിച്ചിട്ട് നീ ആരടാ, നീ എന്താ, നീ തൃശ്ശൂരിലിരുന്നിട്ട് നീ എന്താ കണ്ണൂർക്കാരെ, പിന്നെ കണ്ണൂരിങ്ങനെയാണ്. അയാൾ ചീത്ത വിളിക്കാൻ തുടങ്ങി. പിന്നെ നമുക്കൊരു വഴിയില്ലാതെ ഞാൻ തിരിച്ച് ചീത്ത വിളിച്ചപ്പോൾ അവന് മനസ്സിലായി ഞാൻ കണ്ണൂർകാരാണെന്ന്. കണ്ണൂർ ഭാഷയിൽ ചീത്ത വിളിച്ചു. കണ്ണൂരുകാർ ചീത്ത വിളിക്കുന്ന ഒരു പ്രത്യേക രീതി. ഓരോ ഭാഷയിലും ഓരോ നാട്ടിലും തെറി പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ. കണ്ണൂരുകാരൻ തെറി പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് തിരുവനന്തപുരം അല്ലെ കൊച്ചി എല്ലാവരും തെറി പറയുന്നതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ തെറി പറഞ്ഞു തുടങ്ങിയപ്പോൾ മൂപ്പരിക്ക് മനസ്സിലായോ കണ്ണൂരാ. നാട്ടിൽ വന്നിട്ട് കാണാന്ന് പറഞ്ഞു. അപ്പൊ അവസാനത്ത് മനസ്സിലായി. ചേച്ചി പൊതുവെ കുറച്ച് ഇൻട്രോവേർട്ട് ആണോ? കുറച്ച് സംസാരിച്ചിട്ട് കഴിഞ്ഞ വീഡിയോസിലും ഇന്റർവ്യൂലും ഒക്കെ കുറച്ച് സംസാരമൊക്കെ കുറഞ്ഞ്
അങ്ങനെയാ? ഞാൻ പൊതുവേ അങ്ങനെയാണ്. അത് ചേട്ടനോട് ചോദിക്കട്ടെ, ആണോ ചേട്ടാ? എവിടെ എക്സ്ട്രോവേർട്ടാണോ? അല്ല, അവക്കൊരു സമയം എടുക്കും. നമ്മളിപ്പോൾ ഗ്രൗണ്ട് എന്താണ്, പിച്ചിനെ കുറിച്ച് ആദ്യം അനലൈസ് ചെയ്ത് ഇച്ചിരി മനസ്സിലാവും, ആഞ്ഞടിക്കാം, അപ്പം അടിക്കാൻ തുടങ്ങും. ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 2 ക്വാളിറ്റി എന്താ ചേട്ടന്? ഇത് നന്നായിട്ട് അഭിനയിക്കും. വീഡിയോയിലല്ല, ഇങ്ങനെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെ നമ്മുടെ ഈ ഇന്റർവ്യൂ കാണുന്ന ഒരാൾ പറയും, അയ്യോ അവൻ ഭയങ്കര കച്ചറ സംസാരം, അവളെ നോക്കി എന്ത് ഭംഗിയാ, അവൾ എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത്. അതിന്റെ ഒരു പകുതി പോലും അവനുണ്ടായില്ലോ, പകുതി ഇല്ലല്ലോ എന്ന് പറയും. അത് അവളുടെ വിജയം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെ ക്വാളിറ്റി ഇത് തന്നെ വലിയ ക്വാളിറ്റി. ഓക്കെ, ചേട്ടന്റെ എന്താ ഏറ്റവും ഇഷ്ടമുള്ള 2 ക്വാളിറ്റി? ഒരുപാടുണ്ടല്ലോ. ഓ, ഇഷ്ടമുള്ളതാണോ പറയേണ്ടത്? ഇഷ്ടമല്ലാത്തതെന്ന് ആലോചിച്ചത്. അതാണ് നേരത്തെ ആലോചിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അല്ലാതെ തന്നെ അറിയാം. അങ്ങനത്തെ രണ്ടും പറയാം, ഇഷ്ടമുള്ളതും അല്ലാത്തതും പറയാം. ഇഷ്ടമല്ലാത്തത് എന്താ, ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാന്ന് വെച്ചോ, അതൊന്നും കേൾക്കൂല, ഫോണിൽ തന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, അത് നമ്മളിപ്പം കേൾക്കണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ കേട്ടാ പോരെ. ഒരാള് പറയുമ്പോ ചേച്ചിയും അത് ഞാൻ യോജിക്കുന്നു, ചേച്ചിയോട് കൂടെ യോജിക്കുന്നു. അത് പെട്ടെന്ന് മുഖത്ത് നമ്മള് അവളെ മുഖം കാണിച്ചിട്ട് ഇപ്പം പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിച്ചായിരുന്നു പറഞ്ഞു, കഴിച്ചായിരുന്നു പറയുന്നതിന് പകരം കഴിച്ചായിരുന്നു. ചേച്ചി ലിസണിങ്ങും ഹിയറിംഗും രണ്ടല്ലേ? അതാണ് അതിവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത്. ഓക്കെ, ചേട്ടൻ ഭയങ്കര ഒരു ഫോൺ അഡിക്റ്റാ. ഓക്കെ, നെക്സ്റ്റ്. പെട്ടെന്ന് ദേഷ്യം വരും. ആണോ? ഞാൻ ചേച്ചി ഭയങ്കര ഒരു സംസാരിക്കുന്നൊക്കെ കേട്ടിട്ട് ഒരു കൂൾ. അല്ല, ഏറ്റവും കൂടുതൽ ചേട്ടന് ദേഷ്യം വരുന്നത് എന്തിനാ? എല്ലാത്തിനും വരും. ആണോ? നന്നായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇവളുടെ കൂടെ കൂടിയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ദേഷ്യം ഒന്നുമല്ല, ഇവളുടെ ദേഷ്യമാണ്. ഇതാണ് ദേഷ്യം, അതുകൊണ്ട് കുറഞ്ഞു. രണ്ടുപേര് തമ്മിൽ അടികൂടിയാലല്ലേ പ്രശ്നമുള്ളൂ. ഒരാൾ ഒതുങ്ങി കൊടുത്ത പ്രശ്നം കഴിഞ്ഞല്ലോ. ഞാനൊക്കെ ഇപ്പൊ വളരെ പിന്നെ സമാധാന പ്രിയനായി. ഇപ്പൊ കുറച്ച് കുറഞ്ഞു എന്നോട് പറയുന്നു, എനിക്കറിയില്ല. അറിയില്ല, ചേച്ചിക്ക് അത് തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി ഇഷ്ടമുള്ള 2 നമ്പർ പാവം. ഇഷ്ടമുള്ളത് വരട്ടെ. ഇഷ്ടമുള്ള എന്താ, ഭയങ്കര പാവാണ്. ഇതെന്ത് വർത്താനം, ഒരാൾ ദേഷ്യക്കാരനും പാവമാണ്. എന്നാൽ വേറെ ചേട്ടന് കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിലുള്ള 2 പറ. ചേട്ടൻ അത് തൃപ്തിയായിട്ടില്ല. എനിക്ക് 2 ഉത്തരം തൃപ്തിയായിട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നാണം വന്ന് ബ്ലഷ് ചെയ്ത്. മോളൂട്ടി നോക്കട്ടെ, ചോദിക്കട്ടെ, എന്താ അച്ഛനും അമ്മയിലും എന്റെ മോളൂട്ടിക്ക് ഇഷ്ടം ആരെയാ? അച്ഛനാണോ അമ്മയാണോ കൂടുതൽ പാവം? ദേഷ്യപ്പെടുന്ന ആരാ വീട്ടില്? ഏറ്റവും പാവം ആരാ? അത് അച്ഛനാണോ? തെളിഞ്ഞു, ഇങ്ങനെ തെളിഞ്ഞു, കാര്യങ്ങൾ തെളിഞ്ഞു. അവക്കെല്ലാം അറിയാം. ഇത് പറഞ്ഞു പഠിപ്പിച്ച ഇത് മാറ്റണം, ഇത് വീട്ടേക്ക് പോണം. ചേട്ടൻ തിരിച്ചു പറഞ്ഞില്ല, ചേച്ചിയുടെ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞില്ല, ഇഷ്ടമുള്ളതേ പറഞ്ഞുള്ളൂ. നമുക്ക് തിരിച്ച് ചാൻസ് തരാം. ഇഷ്ടമില്ലാത്ത ഇതേപോലെ കള്ളം പറയും. അല്ല, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്ക് പിന്നെ ഇവളെ ആകെ മൊത്തം ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ദേഷ്യപ്പെട്ട് അത് ശരിയാക്കും. അങ്ങനെ ഒരു സ്ഥായിയായ ഒരു ഇഷ്ടക്കേടൊന്നും എനിക്കില്ല. കണ്ട നല്ല വ്യക്തി. ചേച്ചി ഇങ്ങനെ മൊബൈൽ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചു. മൊബൈൽ യൂസ് ചെയ്ത് ഞാൻ ഈ വീഡിയോസ് കാണോ മെസ്സേജ് ചെയ്യുക, ഞാൻ മെസ്സേജ് ഒക്കെ വളരെ കുറെ പിന്നെ എന്തെങ്കിലും ഒരു കാലം ആരെങ്കിലും നമ്മുടെ തലവരൊക്കെ നന്നാകുമ്പോൾ പിന്നെ ഒരു നല്ലൊരു കഥയൊക്കെ എഴുതുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു ആഗ്രഹം. ലൈക്ക് ഫിലിം ഫീൽഡ് അങ്ങനെയൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ശരിക്കും. അഭിനയിക്കാനും താല്പര്യമുണ്ടോ ഫിലിമിൽ? അങ്ങനെ അതിന് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ നമുക്ക് 2 പേർക്കും താല്പര്യമുണ്ട് ചെയ്യാൻ. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ചേച്ചിക്ക് ഞാൻ വേണം, അത് ചേച്ചിക്ക് ഭയങ്കര. ഞാൻ പറഞ്ഞു നീ പോയിട്ട് അഭിനയിച്ചോ. എന്റെ പേരായിട്ട് ചേട്ടനുണ്ടെ മാത്രമേ ചെയ്തു. റീസെന്റ് ഒരാൾ വിളിച്ചിട്ട് പടം റിലീസായി. റീസെന്റ് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ബ്രോ ഇങ്ങനെ വൈഫിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം ഞാൻ അവളോട് പറഞ്ഞു ചെയ്യുന്നു, എന്താണ് പരിപാടി? അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല, മോൾ ഒറ്റക്കാണ്, അത് ഞാൻ ഒറ്റക്ക് പോയി ശരിയാവില്ല, അത് അവൾ പറഞ്ഞു. അങ്ങനെ വരാറുണ്ട്, എനിക്കായാലും അവൾക്കായാലും അങ്ങനെ പരിപാടികൾ വരാം. രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ ചെയ്യാൻ താല്പര്യം എനിക്ക് ചെയ്യാൻ, അല്ലാതെ
ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യം. താല്പര്യമില്ല. അപ്പൊ ഇനി തൊട്ട് ചേച്ചി വിളിക്കുന്നത് അത് നേരത്തെ നോക്കിക്കോ, ചേട്ടനും കൂടെ ഉള്ളൊരു റോൾ നേരത്തെ തന്നെ തയ്യാറാക്കി. അയ്യോ എന്നെ രണ്ടുപേരെയും കൂടെ ഒരു ചേട്ടൻ ഒറ്റയ്ക്ക് ഇട്ട് ചേട്ടൻ പോവോ? ചേട്ടൻ പോവും. കണ്ടോ, എനിക്ക് നല്ല നല്ല നായികമാരുടെ കൂടെ അഭിനയിക്കാൻ വളരെ താല്പര്യം. കാര്യങ്ങളൊക്കെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇതിനനുസരിച്ചാണെങ്കിൽ പോവാം. ഇന്ന സീനുകൾ ചെയ്യാൻ പാടില്ല, പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം വിളിച്ച് വലിയ സീനുകൾ വരാ എന്തൊക്കെയാ ഈശ്വര എന്തൊക്കെയാ പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെയൊക്കെ നടക്കട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ രണ്ടുപേർക്കും കിട്ടി സിനിമയിലും കൂടെ വരാൻ പറ്റട്ടെ. പിന്നെ വീഡിയോസ് ഒക്കെ എടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ കറക്റ്റ് ടൈം ഒക്കെ കിട്ടാറുണ്ടോ? രണ്ടുപേരും ഇപ്പൊ ചേട്ടൻ വർക്ക് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ചേച്ചി കുഞ്ഞിന്റെ കാര്യം കുറെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പം നിങ്ങൾക്ക് ഒരു ഫിക്സഡ് പ്ലാനിങ് ഉണ്ടോ, ഈ വീക്കിൽ ഇത്ര വീഡിയോസ് ചെയ്യണം, അങ്ങനൊന്നുമില്ല? ഇല്ല അങ്ങനെയൊന്നുമില്ല, ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ച് ചെയ്തു പോവാ. നമുക്കിപ്പോൾ ഇന്ന് ഒരു കാര്യം ഉണ്ടായാൽ അത് നമ്മൾ ചെയ്യും, അടുത്ത ദിവസം സമയം എടുത്തിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ കാരണം ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതും, അതിനുശേഷം മാത്രമേ നമ്മൾ ചെയ്യാം. എന്നെ കൊണ്ട് എഴുതിക്കും. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്നോട് അറിയാം ചുമ്മാ ഇരിക്കാൻ എന്തെങ്കിലും എഴുതുന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതാണ് ആളുടെ തലയിൽ അത് മൊത്തം ഉണ്ടാവും, അപ്പൊ എനിക്കറിയില്ലല്ലോ കാര്യങ്ങൾ. അപ്പൊ എനിക്ക് എന്തായാലും അത് വായിച്ചിട്ട് മനസ്സിലാക്കിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഫ്രം ദ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം തൊട്ട് ഇപ്പൊ ഈ ഒരു ടൈം വരെയുള്ള ഒരു ചേഞ്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ? നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ്, ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ശരിക്കും? ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ആദ്യം ഞങ്ങൾ ആംഗിളൊക്കെ വെക്കുന്ന ഭയങ്കര മോശമായിരുന്നു. ഈ മറ്റേ 180 ഡിഗ്രി അങ്ങനെ കുറെ വീഡിയോഗ്രാമേഴ്സ് ഓക്കെ. ആ സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും കാണുക, ഒരാൾ കാണുക എന്നുള്ള ഒരു രീതി മാത്രമേ. അവിടെ കുറച്ചൊക്കെ ഫുൾ ട്രൈപോഡ് സെറ്റ് തന്നെയാണോ അതോ നിങ്ങൾ മാറി മാറിയൊക്കെ എടുക്കും? അപ്പം അങ്ങനെ ഗ്രാജുവലി അങ്ങനെ ഓരോന്നോരോന്ന് പഠിച്ചു. പക്ഷെ ഇപ്പോഴും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഗ്രാജുവലി മുന്നത്തെ നല്ലൊരു മാറ്റം എന്താ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ? ഇപ്പം നമ്മൾ എഴുതുന്നതിലായാലും എടുക്കുന്നതായാലും കുറച്ചുകൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ഡെപ്ത് ആംഗിൾ വെക്കുമ്പോഴൊക്കെ കുറച്ചുകൂടെ ഇമ്പാക്ട് തോന്നുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റാറ്. കുഞ്ഞിനെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ അമ്മയും അച്ഛനെയൊക്കെ അറിയാവുന്ന ആരെങ്കിലും വന്ന് പറയാറുണ്ടോ? സ്കൂളിൽ ടീച്ചർമാർ വന്ന് ചോദിക്കാറുണ്ടോ അമ്മയും അച്ഛനെയും വീഡിയോ കാണാറുണ്ട്? ഫാൻസ് ആന്നൊക്കെ പറ. ഏതെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ടോ അമ്മയും അച്ഛനും വീഡിയോ ചെയ്യുന്ന കണ്ടിട്ടുണ്ടെന്ന്? പറയാറുണ്ടോ? അമ്മ അച്ഛൻ്റെ വീഡിയോ പറയാറുണ്ട്. അപ്പൊ കുഞ്ഞെന്താ പറയാ തിരിച്ച് മറുപടി? തലതാഴ്ത്തും. സ്കൂളിലും വരാൻ പറ്റില്ല. അല്ല, അവള് പറയാറുണ്ട് വേറെ ക്ലാസ്സിലെ ടീച്ചേഴ്സ്, മലയാളി ടീച്ചേഴ്സ് വരാറുണ്ട് എന്ന്. വന്നിട്ട് മോളെ കാണാറുണ്ട്. ഞങ്ങള് ഇവരുടെ ഓപ്പൺ ഹൗസിന് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞും എപ്പോഴും സൈലന്റാ, ഇങ്ങനെ പാവം കുഞ്ഞു ഇതാ. ഓ കിട്ടി മറ്റേ ശരിക്കും ചട്ടമ്പിയാണോ ആള്? പിന്നെ ആണോ? നോക്കിയ നോട്ടം കണ്ടാ തീർന്ന്. അമ്മയും മോളും ഒരേ പുറത്തോട്ട് വാ എന്നുള്ളതാണ്. ഞാനെന്ന് പറയുന്ന ഒരു പുരുഷ വിഭാഗം അവിടെ അടിച്ചമർത്തപ്പെടുന്ന ഒരുപാട് പേരെ ഞാൻ ചെയ്യുന്നുണ്ട്. ചേട്ടനിപ്പോ കണ്ണീര് തുടങ്ങി. ഇവരൊന്നിച്ചാവും, ഇവര് ഭയങ്കര സിങ്കാ. സെയിം ടു സെയിം. നമ്മൾ ഈ റീൽസിലൊക്കെ കാണാറില്ലേ മറ്റേ ഫോട്ടോ കോപ്പി വന്ന പോലെയാണ്, അതുപോലെ തന്നെ. അത് തന്നെ. ഇവര് നല്ല പിന്നെ വഴക്കാവും, നല്ല വഴക്കാവും ഇവര്. എന്നിട്ട് ഒരു സെക്കൻഡ് പിന്നെ അമ്മ ചിരിച്ചു കഴിഞ്ഞാല് അവൾ ആ ഭാഗത്ത് പോയിട്ട് പറയും അച്ഛൻ്റെ നോക്ക്. ആണോ മോളെ? ആണോ? പക്ഷെ അവൾക്ക് കൂടുതൽ എന്നെ ഇഷ്ടം അല്ലേ? എല്ലാന്ന് പറയില്ല മോളെ, നാണം കെട്ട് വെച്ചു പറയല്ലേ. ഇതൊക്കെ ഇതിന് മെയിൻ സാധനം. അതെ, ഇതായിരിക്കും ആദ്യം വരാം. എത്ര ഇഷ്ടമല്ലാതെ പറഞ്ഞേക്കല്ലേ. തീർന്നു പെട്ടത്. ചേട്ടാ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബിരിയാണി വീഡിയോ, ഞാനും ആളെ പറയുന്നില്ല, നിങ്ങളും പറയാത്ത സ്ഥിതിക്ക് ഞാനും ആളുടെ പേര് പറയുന്നില്ല, നമുക്ക് അങ്ങനെ തന്നെ പോവാം. ആ ഒരു സാധനം ഭയങ്കര കുറച്ചും കൂടെ എനിക്കൊന്ന് ഇപ്പം നിങ്ങൾ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ആ ഒരു പർട്ടിക്കുലർ ഇതിനെ ട്രോൾ ചെയ്തൊക്കെ വീഡിയോ വന്നെങ്കിലും നിങ്ങളുടെ വീഡിയോ ആണ് ശരിക്കും ആൾക്കാർ ഭയങ്കരമായി അക്സെപ്റ്റ് ചെയ്തത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള മാനറിസംസും എക്സ്പ്രഷൻസും ഒക്കെയാണ്. എങ്ങനെയാണ് ചേട്ടൻ അതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തെടുക്കുന്നത്? ആ ഒരു സംഭവം എങ്ങനെയാണ്? ചേട്ടന് ശരിക്കും ഒബ്സർവേഷൻ കൂടുതലാണോ ചേച്ചി എല്ലാ കാര്യങ്ങളിലും? ആവശ്യമുള്ള കാര്യത്തിന് ബാക്കി എല്ലാത്തിലും ഒബ്സർവേഷൻ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മൊത്തത്തിലുള്ള ഒബ്സർവേഷൻ ചെയ്തെടുക്കും. ഇനിയിപ്പം എന്തായാലും നേരത്തെ നിങ്ങളുടെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഈ ലൈക്ക് റിലേഷൻഷിപ്പിലായത് ഭയങ്കര ക്യുക്കായിരുന്നു എന്ന് ചേട്ടന് ഇഷ്ടമെന്ന് പറഞ്ഞു. നിങ്ങൾ പണ്ട് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടൊന്നും വേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ പോയിന്ന്. അപ്പം നമുക്ക് ചെറുതായിട്ടൊരു പ്രപ്പോസൽ ആയാലോ? ഇപ്പം
ഐ ലവ് യു പറയേണ്ടി വരുമോ? പറയേണ്ടി വന്നാൽ നല്ലതായിരിക്കും. അയ്യേ, റിജക്ട് ചെയ്താൽ പെട്ടല്ലേ? അത് റിജക്ട് ചെയ്തല്ലേ, എന്നെ അവൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. എങ്ങനെ ചേട്ടൻ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഐ ലവ് യു പറയാറില്ലേ? ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിനുശേഷം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, പ്രപ്പോസലിന്റെ ടൈം ഐ ലവ് യു പറഞ്ഞിട്ടില്ല. എന്നാ ഇപ്പൊ നമുക്ക് പറയാം, മക്കളെ കണ്ടോ അച്ഛൻ്റെ അമ്മയുടെ ഐ ലവ് യു നമുക്ക് ഇപ്പൊ കാണാം. വരുന്ന തലമുറക്ക് അതൊരു മോശമായ സന്ദേശം. ഐ ലവ് യു പറയുന്നോ? ഇല്ല, ചേച്ചി പറഞ്ഞതാ, ചേച്ചി വീട്ടിൽ പറഞ്ഞപ്പോ അപ്പൊ തന്നെ വീട്ടിലെല്ലാരും സപ്പോർട്ടായിരുന്നു എന്നുള്ളത്. അല്ല, ചേച്ചിയുടെ വീട്ടിൽ പിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റൂ. ഇത്ര നല്ലൊരു പയ്യനല്ലേ കിട്ടിയേ. അപ്പൊ ഭാവിയിൽ കുഞ്ഞു നല്ലൊരു പയ്യനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഞാനിങ്ങനെ മെല്ലെ പറഞ്ഞു. ആദ്യം അത് എന്തിനാ, അത് നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ആ ഒരു സംഭവമാന്ന് പറഞ്ഞ്, എന്നാലും ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കിത് തന്നെ വേണം എന്നുള്ള. പ്രായത്തിന്റെ എല്ലാം മാനസികമാണെന്ന് ഇത് തന്നെ എനിക്ക് വേണമെന്ന്. എന്നിട്ട് അമ്മ പിന്നെ നല്ല അല്ല, ഇവളൊരൊറ്റ നിപ്പ് നിന്നു. സ്റ്റേഡായിരുന്നു. എനിക്ക് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ മൂപ്പര മതി. കണ്ടോ, അപ്പൊ പിന്നെ നമുക്ക് നന്നായിട്ടൊരു അന്ന് നടക്കാതെ പോയി നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഇന്ന് നമുക്ക് നടത്തിയെടുക്കാം. അല്ല, ഞാൻ പ്രപ്പോസ് ചെയ്യണം അമ്പി, ഐ ലവ് യു. അയ്യേ, അല്ല, ഇതിൽ കൂടുതൽ റൊമാൻസ് പെട്ടെന്ന് വരില്ല. റൊമാൻസ് 3D റൊമാൻസ് 3D പടത്തിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ചേച്ചി എങ്ങനെയാ റിപ്ലൈ ചെയ്യാ? അത് ചേട്ടാ, അത്തരം കാര്യങ്ങൾ നടക്കട്ടെ. ഐ ലവ് യു പറഞ്ഞാലോ? ഐ ലവ് യു ടു. മക്കളെ ഇത് കണ്ട് പഠിക്കരുത് കേട്ടോ. ഇത് കൊള്ളത്തില്ല. നമുക്ക് വേറെ നോക്കാം. ഈ ഒരു പാറ്റേൺ കൊള്ളത്തില്ല. ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ പ്രപ്പോസ് ചെയ്തത്. അത് പറഞ്ഞ നാണം കെടുത്തല്ലേ? അത് ഞാൻ പറയില്ല, ഡയറക്റ്റ് ആയിട്ടൊന്നും അല്ല പ്രപ്പോസ് ചെയ്തത്. ഇൻഡയറക്റ്റ് ആയിരുന്നോ? സാധാരണ ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിലല്ല ചെയ്തത്. നമ്മള് വേറൊരു ഭാഷയിൽ പ്രപ്പോസ് ചെയ്തത്, വേറൊരു രീതിയിലായിരുന്നു. കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഈശ്വര, അതെന്തായാലും രണ്ടുപേർക്കും കണക്ട് ആയല്ലോ. അത് തന്നെ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇവള് അതിനായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം നിൽക്കും. ഇവള് എല്ലാ ദിവസവും വൈകിട്ട് ചായ കുടിച്ച് റെഡി ആയിട്ട് വെക്കും, ഇന്ന് ഇവൻ പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ. അല്ല, ചേച്ചി പറഞ്ഞില്ല ചേച്ചിക്ക് പ്രേമ വിരോധിയായിരുന്നു, പണ്ട് ആൾക്കാരെ പ്രേമിക്കും. അതെന്തായിരുന്നു അങ്ങനെ? അല്ല, എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല ഈ പ്രേം. ഇപ്പം നമ്മുടെ ഈ ക്ലാസ്സിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടാളും പോയി അടുത്തിരുന്ന് വർത്താനം പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ കാണുന്നില്ലേ സ്കൂളിലൊക്കെ കുട്ടി ഈ ഇവര് പ്രേമിക്കുന്ന ആൾക്കാർ തമ്മിൽ വർത്താനം പറയാക്കെ, അതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. ഇവരൊന്നും പഠിക്കാത്തൊരു അവജ്ഞ മുഖത്ത് ആൾക്കും ഇഷ്ടല്ലേ. എന്റെ മനസ്സിലെന്നറിയോ, ഇതൊന്നും പഠിക്കില്ല, വെറുതെ വന്ന് പ്രേമിച്ച് പോവുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. ചേച്ചിയുടെ ആദ്യത്തെ പ്രേമം ചേട്ടനാ? ഞാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രഷ് വണ്ടി. ഞാനും അങ്ങനെ തന്നെ. ഫസ്റ്റ് ആണ് ചേട്ടനെ ഫസ്റ്റ് പ്രേമം. ഫസ്റ്റാണ്. കൊള്ളാം. ചേട്ടൻ ഇതുപോലെ തന്നെ പ്രേമ വിരോധിയായിരുന്നു? എനിക്ക് പ്രേമ വിരോധി ഒന്നുമില്ല, പക്ഷെ പ്രേമത്തിനോട് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയായിരുന്നു. എന്തിനാ? അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് മുമ്പേ പല സ്ഥലത്ത് പറഞ്ഞത്, ഖുഷി പടം കണ്ടപ്പോഴായിരുന്നു എനിക്ക് ഇവളോട് പ്രേമം വന്ന്. ഖുഷിയില്ലേ, ഖുഷി ജ്യോതികയുടെ. അപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക, ഖുഷി കണ്ടപ്പോൾ ഇവളെ ജ്യോതികയെ പോലെ എനിക്ക് തോന്നി, അങ്ങനെ തോന്നി. തെറ്റിദ്ധാരണയാണ്. അപ്പം എനിക്ക് ഖുഷി കണ്ടപ്പോൾ പിന്നെ കാണാൻ ജ്യോതികരെ പോലെ ഉണ്ടല്ലോ. അപ്പം ഞാനാണെങ്കിൽ അവിടെ മറ്റേ നമ്മുടെ ഇതില്ലേ, ഈ മരയോന്തിനെ പോലെ ആയിരുന്നു ഞാൻ. എന്തോ പറഞ്ഞു, ഞാൻ എന്നെ കുറിച്ച് പലതും പറയും, ഇവള് പറയുന്ന കട്ട് ചെയ്യണം കേട്ടോ. അല്ല, ചേച്ചി കാണാനാ ചേച്ചി പറഞ്ഞ, ചേട്ടനല്ല. അവൾ എന്നെയാ പറഞ്ഞത്. ആണോ? ചേട്ടനെയാ പറഞ്ഞത്. നമ്മൾ ആ പോയിന്റിലേക്ക് തിരിച്ചു വരണം. ഇവളെ നേരത്തെ പറഞ്ഞില്ല, ഇവളെ ക്രൂരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് തിരിച്ചു വരണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഇവള് അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പലരും ജോലിയില്ലല്ലോ, ഒരു പണിയില്ലാതെ വെറുതെ തെണ്ടി നടക്കുമായിരുന്നു. അപ്പം എല്ലാവരും ഞാൻ പിന്നെ എനിക്കൊരു പണിയായിക്കോട്ടെ, നീ പ്രേമിക്കുന്നു. അങ്ങനെ ഞാൻ കടം വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് പാക്കൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ഇവർക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഇവളെ സംസാരം കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും, ഇവക്ക് എന്നെ താല്പര്യമുണ്ട്, ഇവള് ഈ ഖുഷി പടം കണ്ടോ എന്നുള്ള രീതിയിൽ. നീ ഖുഷി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാനിങ്ങനെ ആക്കി. അങ്ങനെ ഒരു ദിവസം ധൈര്യം സംഭരിച്ച് ഞാൻ ഇവളോട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വളച്ച് ഒടിച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ ഇവളപ്പം തന്നെ യെസ്. അല്ല, ഏകദേശം ആ സമയത്ത്. എന്തായാലും ചേച്ചി ഈ പ്രേമവിരോധമായിട്ടിരുന്ന ഒരാള് ഓക്കെ ചേട്ടനെ പ്രേമിച്ചേക്കാൻ തോന്നി, അതെന്താ കാര്യം? പോയിന്റ് അത് ചോദിക്കും. അതെന്താ വെച്ചാൽ ഞങ്ങള് +2 തൊട്ടേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. നിങ്ങൾ കൂടുതൽ കഥയൊന്നും പറയണ്ട, കാര്യം അല്ല, +2 തൊട്ടേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പിന്നെ ഫ്രണ്ടായ ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാൻ തോന്നിയില്ല. അല്ല, അങ്ങനെ അതല്ലല്ലോ, വിഷമിപ്പിക്കാൻ തോന്നിയില്ല.
ഓ വിഷമിപ്പിക്കാൻ തോന്നിയില്ല വേറെ ആരും ഇതിനു മുന്നേ ചേച്ചി പ്രപ്പോസ് ചെയ്തിട്ടില്ലേ? അവരൊക്കെ വിഷമിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട് ഇവള്. അപ്പൊ എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളിതൊന്നും കേക്കട്ടെ മക്കളെ, ഇത് വെറുതെ പറയുന്ന കേട്ടോ, ഇത് തമാശ. ഇത് അടുത്ത റീലിന്റെ സ്ക്രിപ്റ്റ്. കുഞ്ഞിനെ നടക്കരുത് കൊണ്ട് ഈശ്വരാ. അല്ല ഇവള് വേറെ ആള് ഇവളോട് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ടെന്ന് വെച്ച് ഇത് മതിയെന്ന് തീരുമാനിച്ചു. ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. കൂടുതൽ ചോദ്യം ഈ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവക്ക് പിന്നെ കാമുകന്മാര് വന്നിട്ടുണ്ട്. ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഒരു 19 വയസ്സായ ചേട്ടൻ പറയാ പിന്നെ എനിക്ക് 2 പെമ്മക്കളുണ്ട് ചേട്ടാ, ക്ഷമിക്കണം, 2 പെമ്മക്കളുണ്ട്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. നൗ ഐ എം ഫ്രീ, ടോട്ടലി ഫ്രീ, സോ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് യു എന്നിട്ട് ഇവരോട് പറയാ. ഇവള് ചിരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടൻ തിരിച്ച് ഞങ്ങളുടെ കുഞ്ഞ് ചെറുതാ, ഞാനിവിടെ ഉണ്ട്. അന്ന് കുഞ്ഞായിട്ടില്ല. പിന്നെ വേറൊരു പയ്യൻ, അതേപോലെ പയ്യൻ വളരെ പിന്നെ നല്ല രീതിയിൽ ഇവളെ ട്യൂൺ ചെയ്യാൻ വേണ്ടി നോക്കി. അവനിങ്ങനെ പറഞ്ഞു, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ പറ്റുമോ? നല്ല അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എന്റെ ശബ്ദം കൂടി കേട്ടോടെ. എന്നോട് ചോദിച്ചോ? ഞാൻ അവനോട് ചോദിച്ചു. അല്ല ഞാൻ റിപ്ലൈ ചെയ്യാറില്ല, ഞാനപ്പൊ കൊടുക്കും. ഇവർക്ക് നാണം വരും. ചേട്ടന് പ്രപ്പോസൽ വന്നിട്ടില്ലേ? ഇഷ്ടം പോലെ അതുകൊണ്ട് അത് പറയത്തില്ല ആള്. ഈ ഡിമാൻഡ് ഒന്നും നമുക്കില്ല, അത്ര താല്പര്യം കുറവുള്ളതാണ്. താല്പര്യമില്ല. ഓക്കെ, എന്തായാലും നമ്മൾ കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കുഞ്ഞു ഗെയിമിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഇത് ഭയങ്കര കാര്യമായ ഗെയിമൊന്നുമില്ല. ഗെയിമിന്റെ പേരിടാൻ എന്നെ കൊണ്ട് പറ്റിട്ടില്ല. നമുക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പേരിട്ട് തീരുമാനിക്കാം. ലൈക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റാൻഡമായിട്ട് ആൻസർ ചെയ്ത് പോവാം. പിന്നെ കുഞ്ഞു ടാസ്ക് ഉണ്ട്, എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് ചെയ്തൊരു സാധനം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് 1-2 ക്വസ്റ്റ്യൻസിൽ നിന്ന് കയറിപ്പാം. ചേച്ചി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡ് എന്താ? മാഷേന്ന് വിളിക്കുവോ? അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചേട്ടനെ മാഷെന്നാണോ വിളിക്കുന്നത്? ആ ടോണിലായിരിക്കും അല്ലേ, ദേഷ്യൻ ടോണിൽ. ഓക്കെ, ഇനി നേരെ തിരിച്ച് ചേട്ടൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വേർഡ്? ഒരു മിനിറ്റ് അങ്ങനെ പറയോ? എന്ത് പറഞ്ഞാലും പറയൂ. ഒരു മിനിറ്റ്, ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. ഒരു മിനിറ്റ്. ഇതാണ് നേരത്തെ അവരുടെ ചേച്ചി ഭയങ്കര ക്രൂക്കഡ്. മോളോട് ചോദിച്ചാൽ മതി. ആണോ മോളെ? 1 മിനിറ്റ് അച്ഛൻ എപ്പോഴും പറയോ? മോളെ നീ വല്ലപ്പോഴും എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. മോളെ അമ്മ എന്താ ഏറ്റവും കൂടുതൽ പറയുന്നേ? പറയാറില്ല. എന്ന് പറയാ ഞാനോ? ഓളെ എന്നിട്ട് കളിയാക്കും. ആണോ? ഓള് എന്നിട്ട് തന്നെ കളിയാ. ഓളെ വിളിക്കും. അപ്പം ഒരു മിനിറ്റ് കാര്യമായിട്ട് സംഘം ചേർന്ന് ഇവര് നേരത്തെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വഴക്കുണ്ടാക്കാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ആരാ? ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ആരായിരിക്കും? പിണങ്ങുന്നത് അമ്പിയ. എന്നെ എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് പാടും. അപ്പൊ പിണങ്ങും. ആ പിണക്കം സോൾവ് ചെയ്യുന്നവരായിരിക്കും ആദ്യം? എന്നും ഞാനാണ്. എന്നും 150 തവണ നമ്മൾ അടിയേണ്ട 151 തവണ ഒന്ന് അഡ്വാൻസ് ആയിട്ടും ഞാൻ തന്നെയാണ് പറഞ്ഞത്. ചേട്ടൻ തന്നെയാണ്. ചില സമയത്തൊക്കെ ഞാൻ ഒരിക്കലും ഇല്ല, തോറ്റു കൊടുക്കത്തില്ല, ഞാൻ നിഷേധിക്കുന്നത് ഒരിക്കലും ഇല്ല. എന്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോവാറുണ്ട്. ആ തെറ്റ് തോന്നിയാലും ഇല്ല. വരാറുണ്ട്. ഞാനിമ്മ ആരാ സോൾവ് ചെയ്യാൻ പോകുന്ന ആരാ? ടാടാന്ന് പറയടാ. ഒരു പോയിന്റ് ടാട കിട്ടണ. രണ്ടുപേരും പോട്ടെ. ചേട്ടന് ചേച്ചിയെ ഏതെങ്കിലും ഒരു ഫിലിം ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അതായത് ഈ ക്യാരക്ടർ പോലെ എന്ന് പറയാൻ പറ്റിയ ഏത് ക്യാരക്ടർ ആയിരിക്കും? കല്യാണ മന്ത്രത്തിലെ പിന്നെ സുലു അല്ല, കാഞ്ചന. പിന്നെ മിഥുനത്തിലെ സുലു. അത് തന്നെ കറക്റ്റ്. അയ്യോടാ, എന്താ പറയണ്ടേ? തിരിച്ച് കൊടുക്കുമണി. ഭാഷയിലെ രജനി എന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പൊ പറയും ചേച്ചി. KGF പറഞ്ഞോ? KGF പറയാനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അല്ല, ഞാൻ ഇവൾക്ക് സുലൂന്ന് പേരിട്ടത് ആ മിഥുനത്തിലെ അത് വെച്ചിട്ടാണോ പേരിട്ടത്? അങ്ങനെ വിട്ടതാണല്ലേ. അതിനകത്ത് സുലു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ എങ്ങനെയൊക്കെ ചേട്ടനെ സ്നേഹിച്ചു എന്ന് പറയുന്നത്, അത് നമ്മുടെ വീഡിയോസിൽ കാണാം. അതിന്റെ ഒരു രീതി കാണാം. ഓ, പാറ്റേൺ. ഓക്കെ, മനസ്സിലായി. അത് അതിന്റെ ഒരു കണ്ണൂർ വേഷം. ചേച്ചി ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ലാത്ത 3 കാര്യങ്ങൾ ഇപ്പൊ ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി സമ്മതിച്ചേ പറ്റൂ എന്ന് വരുവാണെങ്കിൽ എന്തായിരിക്കും 3 ചോദിക്കുക? ഞാൻ ഒറ്റയ്ക്ക് ടൂറ് ഫ്രണ്ട്സിന്റെ കൂടെ പോകണം, ഇഷ്ടമല്ല. ഓക്കെ, അവിടെ സമ്മതിക്കാം. സാരി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത് ഇഷ്ടമല്ല.
സാരി എടുക്കാൻ ഇഷ്ടമല്ലാത്തതല്ല, വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അല്ല എനിക്ക് കൊടുക്കാൻ അറിയാല്ല, അതുകൊണ്ട്. അങ്ങനെ നല്ലൊരു മട്ടൺ ബിരിയാണി എൻ്റെ കൂടെ വന്ന് കഴിക്കാൻ പറഞ്ഞാൽ അവള് ഞാൻ മട്ടൻ കഴിക്കില്ല. അതുകൊണ്ട് ഓക്കെ, ഈ 3 കാര്യങ്ങളായിരിക്കും ചേട്ടൻ പറയാറ്. തിരിച്ച് ഒന്ന് ഫോൺ താഴെ വെക്കണം, ഫോൺ താഴെ വെക്കണം, ഫോണ് ഫോൺ വെക്കണം. ചേട്ടന്റെ ഒന്നും മാറ്റണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹം. ദേഷ്യം മാറ്റണം, എൻ്റെ കൂടെ എപ്പോഴും സ്നേഹത്തിൽ വെക്കണം. വേറൊന്നും അങ്ങനെ മാറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എനിവേസ് നമ്മളിപ്പോൾ കുറച്ചധികം നേരമായിട്ട് സംസാരിക്കുന്നു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് നേരം ചേച്ചിയുടെ സൈഡിലായിരുന്നെങ്കിലും ചേട്ടനും പാവ, നല്ല ചേട്ടൻ ഇത്ര നേരം ക്ഷമയോടെ ഇരുന്നു. അല്ലേ മോളെ? കുഞ്ഞിന്നാ ഞാൻ സംസാരിച്ച് കാണുന്നത്, ഇത്ര നേരം സംസാരിച്ചില്ല, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളിത്തിരി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഡാഡയെ കുറ്റം പറയുന്ന കേട്ടപ്പോൾ അവൾ അങ്ങ് ചാർജ് അതിപ്പോ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. കുഞ്ഞ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1-ലാണോ? കുഞ്ഞാ എന്തും നമുക്ക് വേണ്ടി ടീച്ചേഴ്സ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ എല്ലാ അഭിപ്രായമൊക്കെ പറഞ്ഞ് സഹകരിച്ച് ഇത്ര നേരം കൂടെ നിന്ന്. കുഞ്ഞിൻ്റെ ഉറങ്ങുന്നൊക്കെ ടൈമായിരുന്നു നമ്മളിവിടെ പിടിച്ചിരുത്തിയിരിക്കുന്ന നടുക്ക്. ഇടയ്ക്കിടയ്ക്ക് ആൾ എണീറ്റ് നിൽക്കുക, അതെ, ഒന്നൊന്ന് എനർജി ആയിട്ടിരിക്കാന്നൊക്കെ. പക്ഷെ എനിവേസ് ചേട്ടാ ചേച്ചി ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രൊമോഷൻ വീഡിയോസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് എത്തുന്നില്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഇനോഗ്രേഷൻ ആൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ എന്നൊക്കെ. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഒരുപാട് ആൾക്കാർക്ക് നിങ്ങളെ അറിയാം. ജസ്റ്റ് ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ചിലപ്പം ലൈക്ക് പേര് കറക്റ്റായിട്ട് അറിയത്തുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ വീഡിയോസ് എല്ലാവരുടെ എത്തുന്നുണ്ട്. നിങ്ങളുടെ ഒരു വീഡിയോ എങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാ മനുഷ്യരിലും എത്തിയിട്ടുണ്ടാവും, എല്ലാവർക്കും കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് ഒരുപാട് അടുത്തറിയുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു ഈ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ടും. ഇനിയും മുന്നോട്ട് നല്ലപോലെ പോട്ടെ, രണ്ടുപേർക്കും ഒരുമിച്ച് അഭിനയിക്കാനുള്ള സിനിമയും അവസരവും ഒക്കെ കിട്ടട്ടെ. എന്തായാലും അടിപൊളിയാവട്ടെ. താങ്ക്സ് ഫോർ ജോയിനിങ്. നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു ചേട്ടാ.